കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് കെ സ്മാർട്ടിൽ എന്തൊക്കെ സർവീസുകളാണുള്ളതെന്നും അതൊക്കെ ഏതൊക്കെ വ്യക്തികൾക്കാണ് അത് അവെയിൽ ചെയ്യാൻ പറ്റുന്നതെന്നും പറഞ്ഞിരുന്നു. ഇനി നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിലെങ്ങനെ ഈ സൈറ്റിൽ ഈ പോർട്ടലിൽ എങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്യുമെന്നും ഏതൊക്കെ സർവീസുകളിലോട്ട് എങ്ങനെയൊക്കെ പോകാമെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ പറയാം. അതിനായി ഗൂഗിളിൽ കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആ വരുന്ന ലിങ്കിൽ കെ സ്മാർട്ട് ഡെലിവറിംഗ് ഡിജിറ്റൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എത്തുന്ന പേജിൽ നമുക്ക് ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. രജിസ്റ്റർ ആൻഡ് ലോഗിൻ. അവിടെ നമ്മൾ രജിസ്റ്റർ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷൻ, സിറ്റിസൺ രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസി രജിസ്ട്രേഷൻ. അതിൽ നമ്മൾ സിറ്റിസൺ രജിസ്ട്രേഷൻ ആണ് കൊടുക്കേണ്ടത്. സിറ്റിസൺ രജിസ്ട്രേഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. സിറ്റിസൺ രജിസ്ട്രേഷനിൽ പോയി കഴിയുമ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജിലോട്ട് എത്തും. ആ പേജിൽ ഡിക്ലറേഷൻ ആണ്. ആ ഡിക്ലറേഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് അത് ടിക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്ത പേജിലേക്ക് എത്തും. അവിടെ നമ്മൾ നമ്മുടെ ആധാർ നമ്പറോ ആധാർ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP കൂടെ ഫില്ല് ചെയ്താൽ നമുക്ക് ഇതിൽ നമ്മുടെ പേര് ഓട്ടോമാറ്റിക്കലി വരും. അല്ല വന്നില്ലെങ്കിൽ നമ്മൾ പേര് ഇവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ പേര് നമ്മൾ എന്താണോ ആധാർ പ്രകാരമുള്ള നമ്മുടെ പേര് കറക്റ്റ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആധാർ നമ്പർ പ്രകാരം നമ്മൾ കൊടുത്ത പ്രകാരമുള്ള മൊബൈൽ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് OTP വരും. OTPയും കൊടുത്തതിന് ശേഷം നമുക്ക് താഴെ കാണുന്ന രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സോ ഓട്ടോമാറ്റിക്കലി രജിസ്റ്റേർഡ് ആവും. രജിസ്റ്റേർഡ് ആയതിനു ശേഷം നമുക്ക് എങ്ങനെയാണ് ലോഗിൻ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ കെ സ്മാർട്ടിന്റെ ഹോം പേജിലേക്ക് വരിക. അവിടെ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്യാൻ പോയ ആ ഏരിയയുടെ തൊട്ട് സൈഡിലായിട്ട് ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ കാണാം. അപ്പോൾ അവിടെ നമുക്ക് ലോഗിൻ ആണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ലോഗിൻ ആണ് ചെയ്യേണ്ടത്. ആ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സിറ്റിസൺ ലോഗിൻ താഴെ ഓപ്ഷൻ കാണാം. സിറ്റിസൺ ലോഗിൻ. ആ സിറ്റിസൺ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നമ്മളോട് ചോദിക്കും. ആ നമ്മൾ ഏത് മൊബൈൽ നമ്പറാണ് നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ആ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക. അപ്പോൾ OTP ആ മൊബൈലിലേക്ക് വരുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. OTP ഇവിടെ എൻ്റർ ചെയ്തതിനു ശേഷം നമ്മൾ ലോഗിൻ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ മേലെ നമ്മൾ കാണും ലോഗിൻ സക്സസ്ഫുൾ എന്ന് കാണിക്കും. വെയിറ്റ് ചെയ്യുക, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി പേജിലേക്ക് ഡൈവേർട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, നമ്മളിപ്പം ലോഗിൻ ആയി നമ്മുടെ പേജിൽ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ഏതൊക്കെ സർവീസുകളിലോട്ട് എങ്ങനെയൊക്കെ പോകാം എന്നുള്ളത് നമുക്ക് ഇതിൽ കാണിക്കാം. ഇവിടെ നമുക്ക് പേജിൽ മുകളിൽ കാണാം ആപ്ലിക്കേഷൻ, ന്യൂ ആപ്ലിക്കേഷൻ, പേയ്മെന്റ്സ്, മൈ ഡോക്യുമെന്റ്സ്, നോട്ടിഫിക്കേഷൻ, മൈ പ്രൊഫൈൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിൽ കാണാം. അതിൽ നമ്മൾ പോകേണ്ടത് മൈ ആപ്ലിക്കേഷനിലാണ് പോകേണ്ടത്. മൈ ആപ്ലിക്കേഷനിൽ പോകുമ്പോൾ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്ത എന്തെങ്കിലും സർട്ടിഫിക്കറ്റിനായിട്ടോ എന്തെങ്കിലും സർവീസിനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മൈ ആപ്ലിക്കേഷനിൽ പോകുമ്പോൾ അതിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് അടുത്ത് നമ്മൾ ഇനി പോകേണ്ടത് ന്യൂ ആപ്ലിക്കേഷൻ. നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ അത് ന്യൂ ആപ്ലിക്കേഷനാണ് കാണുക. അത് കാണിച്ചു തരാം. ന്യൂ ആപ്ലിക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ വരും ഇലക്ഷൻ ഡെപ്പോസിറ്റ്, സിവിൽ രജിസ്ട്രേഷൻ, ദെൻ പ്രോപ്പർട്ടി ടാക്സ്, ബിൽഡിംഗ് പെർമിഷൻ ആൻഡ് പബ്ലിക് ഗ്രീവിയൻസ്. നമുക്ക് എന്തെങ്കിലും അറിയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ലൈസൻസ് സർവീസസ്, ബിൽഡിംഗ് സെസ്, വേസ്റ്റ് മാനേജ്മെന്റ്, അതേഴ്സ്. ഇത്രയും സർവീസുകൾ ഇതിലുണ്ട്. ഇതിൽ ഏത് സർവീസുകൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കാനുള്ളതാണെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി ടാക്സിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് അതിൽ ടാക്സ് പേയ്മെന്റിനകത്ത് പോവാം. പേ യുവർ ടാക്സ് ഉണ്ട്. പേ യുവർ ടാക്സിൽ പോയി നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ബിൽഡിംഗ് നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ നമ്മുടെ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ഇനി താഴെ ലൈസൻസ് സർവീസിൽ പോയാൽ നമുക്ക് നെക്സ്റ്റ് പല ലൈസൻസിനുള്ള കൊടുത്തിട്ടുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ രജിസ്ട്രേഷൻ ഉണ്ട്, രജിസ്ട്രേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, IFTOS ലൈസൻസ് ഉണ്ട്. അങ്ങനെ പല ലൈസൻസുകളുടെയും ഇവിടെ തന്നെയാണ്. അത് ഏതാണ് നമ്മുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്മളിതിൽ സെലക്ട് ചെയ്ത് നമുക്ക് മുൻപോട്ട് പോകാവുന്നതാണ്. ഇനി അതുകൂടാതെ നമ്മൾ സിവിൽ രജിസ്ട്രേഷൻ ഇവിടെ കണ്ടു. സിവിൽ രജിസ്ട്രേഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ബർത്ത് സർവീസസ്, നമ്മുടെ ജനനവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതിൽ തന്നെ ഓൺലൈൻ നമുക്ക് കിട്ടുന്നതാണ്. ഡെത്ത് സർവീസസ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. മാരേജ് സർവീസസ്, എവറിത്തിങ് ഇതിനകത്തെല്ലാം ഉണ്ട്. ഇതിൽ തന്നെ നമുക്ക് എല്ലാം ചെയ്യാവുന്നതാണ്.
നമുക്ക് സർട്ടിഫിക്കറ്റ് വരെ ഇതിൽ നിന്ന് പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ഫൈനൽ പ്രൊസീജിയർ ഇതിൽ നിന്ന് തന്നെ ക്ലിയർ ചെയ്ത് നമ്മൾ കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ പോകേണ്ടതായ യാതൊരു ആവശ്യമില്ല. എങ്ങനെയാണ് ഓരോരോ സർവീസുകൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് മുൻപോട്ടുള്ള വീഡിയോയിൽ ഓരോന്നോരോന്ന് കാണിച്ചു തരുന്നതാണ്.